മിൽക്കി മിസ് പ്രസൻസ് മാജിക് അവനിലേക്ക് സ്വാഗതം. ഇനി അടുത്തതായി മാജിക് അവൻ്റെ സെക്കൻഡ് റെസിപ്പി ഓഫ് ദ വീക്ക്. ഈ ആഴ്ചത്തെ സെക്കൻഡ് റെസിപ്പി വ്യത്യസ്തമായൊരു വിഭവമാണ്, പക്ഷേ വളരെ ലളിതമായി നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റിയ കാര്യമാണ്. കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടമാവും. പക്ഷേ കുറച്ച് വെണ്ണയും ഒക്കെ കൂടുതൽ ചേർത്തുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഇത് മധുരയുടെ ഒരു സ്പെഷ്യാലിറ്റിയാണ്. മധുരൈ മസ്ക ബൺ എന്നാണ് പറയുക. മധുരയിലെ ഒരു ബട്ടർ ബണ്ണാണ്. സാധാരണയിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമ്മൾ ബട്ടർ ബണ്ണ് പല രീതിയിലുള്ള കഴിക്കാറുണ്ട്. ബേക്കറിയിൽ ചെന്നാൽ ബട്ടർ ബണ്ണിനകത്ത് എന്താ പറയുക, ബട്ടർ ക്രീമൊക്കെ വെച്ചിട്ടുള്ളൊരു ബട്ടർ ബണ്ണുണ്ട്. പക്ഷേ ഇത് അങ്ങനെയല്ല. ഇത് അടുപ്പിലൊക്കെ പിന്നെ ദോശക്കല്ല് പോലത്തെ ഒരു തവയിൽ വെച്ചിട്ട് സൈഡ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒരു ഫ്രൈ ചെയ്ത് ധാരാളം ബട്ടറൊക്കെ ഇട്ടിട്ട്, അപ്പോൾ ബട്ടറിൻ്റെ അളവൊക്കെ കാണുമ്പോൾ നമ്മൾ ഇതെങ്ങനെ കഴിക്കാം. പക്ഷേ കുട്ടികൾക്കൊന്നും വലിയ പ്രശ്നം ഉണ്ടാവില്ല. അല്ലാതെ കൊളസ്ട്രോൾ പ്രശ്നമുള്ളവരത് ഒഴിവാക്കുക. എന്തായാലും നമുക്കതൊന്ന് ഉണ്ടാക്കി നോക്കാം. വളരെ സിമ്പിളാണ്, വീട്ടിൽ ചെയ്യാം. അതാണ് മധുരൈ സ്പെഷ്യൽ മസ്ക ബൺ അഥവാ ബട്ടർ ബൺ. അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മധുരൈ മസ്ക ബൺ അഥവാ മധുരൈ ബട്ടർ ബൺ. ചേരുവകൾ: ബണ്ണ് 4 എണ്ണം, പഞ്ചസാര 2 ടേബിൾ സ്പൂൺ, വെണ്ണ 100 മുതൽ 200 ഗ്രാം വരെ ആകാം, പാല് 1/4 കപ്പ്. അപ്പോൾ നമ്മുടെ മധുരൈ ബട്ടർ ബൺ ഉണ്ടാക്കി തുടങ്ങാം. ബട്ടർ ബൺസ് ഇതൊരു 4 ബണ്ണ് എടുത്ത് വെച്ചിട്ടുണ്ട്. സാധാരണ ബണ്ണാണ്, ഏത് തരം ബണ്ണിൽ വേണമെങ്കിലും ഉണ്ടാക്കാം. അത് ഓരോ ബണ്ണും ഇങ്ങനെ 2ആയിട്ട് മുറിച്ച് വയ്ക്കുക. കുറച്ച് അകത്തിന് കുറച്ച് വെണ്ണയും കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് ഫിൽ ചെയ്യണം. പിന്നെ ഒരു നല്ല ചൂട് കട്ടിയുള്ളൊരു പാത്രം, ഒരു എന്താ പറയുക, ഒരു ദോശക്കല്ല് പോലെയൊക്കെ ആണെങ്കിൽ നല്ലത്. ധാരാളം വെണ്ണ. ഇവിടെ ഇപ്പോൾ ഞാൻ മിൽക്കി മിസ്റ്റിൻ്റെ ബട്ടറാണ് എടുത്ത് വെച്ചത്. നമ്മളിപ്പോൾ എല്ലാം മിൽക്കി മിസ്റ്റാണ് ഉപയോഗിക്കുന്നത്. മിൽക്കി മിസ്റ്റിൻ്റെ ബട്ടറുണ്ട്, പിന്നെ പഞ്ചസാര, പിന്നെ പാല്. അവരങ്ങനെ പാലൊഴിക്കുന്നത് കുറവാണ്. പക്ഷേ നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോൾ അതൊരു വലിയ ലാർജ് സ്കെയിലാണ് അവരെല്ലാം ചെയ്യുന്നത്, ആ ഭാഗത്തുള്ള റെസ്റ്റോറൻറ്റ് ഹോട്ടലുകാരെല്ലാം. പക്ഷേ നമ്മളൊരല്പം പാലും കൂടി ഡ്രിസിൽ ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ തുടങ്ങും. അടുപ്പ് കത്തിച്ചു, പാത്രം വയ്ക്കുന്നു. നല്ല ചൂട് കട്ടിയുള്ളൊരു ദോശക്കല്ല് എന്ന് തന്നെ പറയാം. ഇതിൻ്റെ ഉള്ളിലേക്ക് ബട്ടർ നിറച്ച് ലാവിഷായിട്ട് തേക്കാം. അപ്പോൾ ഇങ്ങനെ ഓരോന്നിൻ്റെ അകത്ത് ബട്ടർ വയ്ക്കുന്നു. എന്നിട്ട് കുറച്ച് പഞ്ചസാര ഇങ്ങനെ ഇട്ട് കൊടുക്കാം, ആ ഒരു സ്വീറ്റ്നെസ്. ഇനി എന്താ ചെയ്യേണ്ടത്? കല്ല് നല്ല ചൂടായി. ഇനി ഇതിലേക്ക് ബട്ടർ, അതും കുറച്ച് ലാവിഷായിട്ട് ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ ഇങ്ങനെ ഉരുക്കി തീ ഒരല്പം കുറയ്ക്കാം. എന്നിട്ട് ഇതിലേക്ക് അതിങ്ങനെ വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ അകത്തേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം പാല്, ഒരുപാടൊന്നും വേണ്ട, ഒരല്പം, ഒരു 1-2 ടീസ്പൂൺ, ചെറിയൊരു കുറച്ചുകൂടെ ഒന്ന് സോഫ്റ്ററായിട്ട് ഉൾഭാഗം വരും. അപ്പോൾ അകത്തെ വെണ്ണയും ഉരുകിക്കൊണ്ടിരിക്കുന്നു, പുറത്തുള്ള വെണ്ണയും ഉരുകുന്നു. എല്ലാം ഇങ്ങനെ മുരിഞ്ഞ്, അതിൻ്റെ ആ വെണ്ണയൊക്കെ മുരിഞ്ഞ് അതിൻ്റെ കളറെല്ലാം ബണ്ണിലേക്ക് പിടിക്കും. അപ്പോൾ തിരിച്ചും മറിച്ചും ഇടുക. ആദ്യത്തെ ഭാഗം തിരിച്ചിട്ടു, പിന്നെ അതിന് വീണ്ടും ഇട്ടിട്ട് ഇതിൻ്റെ മുകളിലും കുറച്ച് വെണ്ണ ഇങ്ങനെ വീണ്ടും ഒന്ന് തടവി കൊടുക്കുക. നല്ല പ്രസ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ അകത്തെ വെണ്ണയെല്ലാം ഉരുകിയ ഷുഗറും ഒക്കെ നന്നായിട്ട് ഉരുകിയിട്ടുണ്ടാകും. അപ്പോൾ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും. ഫുള്ളിങ്ങനെ ഗീലാണ് കിടക്കേണ്ടത്. ശരിക്കും പറഞ്ഞാൽ ഇത് നല്ല വെണ്ണയിൽ തന്നെ ഇങ്ങനെ കിടന്നാണ് ശരിയാവുന്നത്. ഇതായി കഴിഞ്ഞു. നമ്മൾ അത്ര വെണ്ണ ഇട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കേ, തീ ഓഫ് ചെയ്യാം. ഇനി പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ മധുരൈ സ്പെഷ്യൽ ബട്ടർ ബൺ ഈസ് റെഡി. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് വീണ്ടും കുറച്ച് വെണ്ണയും കൂടി ഇങ്ങനെ വെച്ചാണ് അവർ കൊടുക്കുന്നത്. കഴിക്കാൻ കൊടുക്കുമ്പോൾ വീണ്ടും വെണ്ണ വയ്ക്കും. ആലോചിച്ച് നോക്കൂ, എന്തുമാത്രം വെണ്ണയാണ്. ഞാൻ എന്നിട്ട് പോലും കുറച്ച് പിശിക്കുകയാണ്. എന്നിട്ട് കുറച്ച് ഷുഗർ, യെസ്, റെഡി. ലാസ്റ്റ് ഒരു ബണ്ണും കൂടി ഞാനിങ്ങനെ ബട്ടറൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ഒന്ന് ഞാൻ
ഇതുപോലെ ടോസ്റ്റ് ചെയ്തെടുക്കുന്നു, അത്രേ ഉള്ളൂ. പക്ഷേ ഇതാണ് ഫൈനൽ പ്രോഡക്റ്റ്. നല്ല ഭംഗിയില്ലേ, കാണാനും നല്ലതാണ്, കഴിക്കുമ്പോൾ എൻ്റെ മീതാ ഏറ്റവും മുകളിൽ ബട്ടർ, ആ ബട്ടറൊക്കെ ഇങ്ങനെ ഉരുക്കി തുടങ്ങി ചൂടോടുകൂടി. പിന്നെ കഴിക്കുമ്പോൾ ഇങ്ങനെയാണ് കഴിക്കുന്നത്. അയ്യോ, ടേസ്റ്റി ആയിട്ടാണ് കഴിക്കുന്നത്. യമ്മി ഡിഷാണ്, പറഞ്ഞറിയിക്കാൻ പറ്റില്ല, കഴിച്ച് തന്നെ അറിയണം. ഇങ്ങനെ സോഫ്റ്റ്, അകത്തൊക്കെ നല്ല സോഫ്റ്റായിട്ടത്തെ കണ്ടില്ലേ, ബട്ടറിൽ ഇങ്ങനെ സോക്ക് ചെയ്ത് കിട്ടും. ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് വലിയ ഇഷ്ടമാണ്. അപ്പോൾ നമുക്കിത് വീട്ടിൽ ഇതുപോലെ ചെയ്യാം. ഇന്നത്തെ വീഡിയോയിൽ കാണിച്ച 2 വിഭവങ്ങളും എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. ആദ്യം കാണിച്ചത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയൊരു സ്വാദിഷ്ടമായൊരു കേസരിയാണ്, മാംഗോ കേസരി. ഉണ്ടാക്കി നോക്കുക. രണ്ടാമത് കാണിച്ചതും വളരെ സിമ്പിളാണ്, പെട്ടെന്ന് ചെയ്യാം. കുട്ടികൾക്കാണ് ഏറ്റവും ഇത് നന്നായിട്ട് ആസ്വദിച്ച് കഴിക്കാൻ പറ്റുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും മധുരൈ സ്റ്റൈലിലെ ബട്ടർ ബൺ, അതും ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും ഇഷ്ടമാവും. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും പുതിയ വിഭവങ്ങളുമായി മാജിക് അവനിലൂടെ കാണാം.